അനുരാഗതീരം ഭാഗം 3. രചന അഭിരാമി. ദേവി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ അവനെ കാത്തെന്ന പോലെ എബ്രഹാമും റോസ്ലിനും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അവൻ ഒരു ചിരിയോടെ അവർക്കരികിലേക്ക് ചെന്നു. ഞാനെന്നാ ട്രാവൽസിലേക്കൊന്ന് പോയച്ചും വരാം മമ്മി. വന്നിട്ട് അവളെയും കൊണ്ടൊന്ന് പുറത്തോട്ട് പോകണം. കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങണ്ടേ. നീ ഒന്നവിടെ നിന്നേ. പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ പുറത്തേക്കിറങ്ങി പോകാൻ തുടങ്ങിയവൻ റോസ്ലിൻ്റെ സ്വരം കേട്ട് തിരിഞ്ഞു നോക്കി. എന്നതാ മമ്മി? നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് കോമാളികളാണെന്നോ വല്ലതും തോന്നുന്നുണ്ടോ? റോസ്ലിൻ ഗൗരവത്തോട് ചോദിച്ചതും ഡേവി മനസ്സിലാകാത്ത മട്ടിൽ എബ്രഹാമിനെ ഒന്ന് നോക്കി. അവിടെയും ഗൗരവം തന്നെയാണെന്ന് കണ്ടതും നോട്ടം വീണ്ടും റോസ്ലിൻ്റെ മുഖത്തേക്ക് തന്നെ തിരിഞ്ഞു. അല്ല, നീ ഇപ്പോൾ പറഞ്ഞ അവൾ ഏതാണെന്നോ നിൻ്റെ പുറപ്പാട് എന്തിനാണെന്നോ അറിയാത്തോണ്ട് ചോദിച്ചതാ. റോസ്ലിൻ നയം വ്യക്തമാക്കി. അതിനി ഇത്ര പറയാൻ എന്നതാ? അവളെ ഞാൻ മിന്നുകെട്ടി എൻ്റെ കെട്ടിയോളാണെന്ന് ഞാൻ പറഞ്ഞതല്ലയോ? അത് പറഞ്ഞു. പക്ഷേ കെട്ടിയോളുടെ പേര് കെട്ടിയോനോ കെട്ടിയോൻ്റെ പേര് കെട്ടിയോൾക്കോ അറിയാൻ പാടില്ലാത്ത ഒരു കെട്ടിയോനെയും കെട്ടിയോളെ ഞങ്ങളാദ്യം കാണുക. എബ്രഹാം പറഞ്ഞത് കേട്ട് ഡേവിഡ് തല ചൊറിഞ്ഞുകൊണ്ട് നോട്ടം മറ്റെങ്ങോട്ടോ തെറ്റിച്ചു. അത് മാത്രമാണോ? ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായി, എന്നിട്ട് ഈ നേരം വരെ ആ പെങ്കൊച്ചിൻ്റെ കണ്ണൊന്നും തോർന്നിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എന്നതാ മനസ്സിലാക്കേണ്ടത്? ലോകത്തെങ്ങുമില്ലാത്തൊരു കെട്ടിയോനും കെട്ടിയോളും വന്നേക്കുന്നു. ദേവി, നീ സത്യം പറ, ഏതാ പെങ്കൊച്ച്? എങ്ങനെയാ നിങ്ങളുടെ കെട്ട് നടന്നത്? എബ്രഹാം കാര്യമായി തന്നെ ചോദിച്ചു. അത് കേട്ട് ദേവി ദീർഘമായൊന്ന് നിശ്വസിച്ചു. പിന്നെ പറയാൻ തുടങ്ങി. അത് പിന്നെ പപ്പ, എനിക്കറിയത്തില്ല. അവൾ ആരാന്നോ ഏതാന്നോ ഒന്നും എനിക്കറിയത്തില്ല. നേര് പറഞ്ഞാൽ ഇന്ന് കാലത്ത് മമ്മിയോട് അവൾ പറയുന്നത് കേട്ടപ്പോഴാണ് അവളുടെ പേര് പോലും ഞാൻ അറിയുന്നത്. അവൻ പറയുന്നത് കേട്ട് എബ്രഹാമും റോസ്ലിനും അന്തം വിട്ട് പരസ്പരം നോക്കി. നീ ഇത് എന്നതൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് വല്ല വിചാരവും ഉണ്ടോ ചെറുക്കാ? ആരാ എന്താ എന്നൊന്നും അറിയത്തില്ല. എന്തിനാ കൂടുതൽ പറയുന്നേ? പേര് പോലും അറിയാത്ത ഒരു പെണ്ണിനെ അവൻ മിന്നുകെട്ടി കുടുംബത്തോക്ക് കൊണ്ടുവന്നേക്കുന്നത്. എനിക്കിതൊന്നും കേൾക്കാൻ മേലെ എൻ്റെ കർത്താവേ. റോസ്ലിൻ വിലപിച്ചുകൊണ്ട് കസേരയിലേക്ക് ചെന്നിരുന്നു. അത് കണ്ട് ഡേവിഡും അവരുടെ പിന്നാലെ ചെന്നു. മമ്മി, അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? എങ്ങനെ? എബ്രഹാമിൻ്റെ ചോദ്യം കേട്ട് അമ്മയുടെയും മകൻ്റെയും നോട്ടം അയാളിലേക്കായി. എങ്ങനെ സംഭവിച്ചു എന്നാ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. അത് ഡാഡി. അനുരാധ എങ്ങനെ ഡേവിയുടെ ഭാര്യയായെന്നറിയാനുള്ള ആകാംക്ഷയോടെ തൻ്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന എബ്രഹാമിനെയും റോസ്ലിനെയും ഒന്ന് നോക്കിയിട്ട് ഡേവി പറഞ്ഞു തുടങ്ങി. ഒപ്പം അവൻ്റെ ചിന്തകൾ തലേ രാത്രിയിലെ അസാധാരണ സംഭവങ്ങളിലേക്ക് തിരികെ പോയിരുന്നു. പോയി ചാകടാ നായിൻ്റെ മോനെ നീ. 2 കൈകളും പ്ലാസ്റ്റർ ഇട്ട് മുഖത്തും ദേഹത്തുമെല്ലാം അത്യാവശ്യം പരിക്കുകളുമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ കാറിത്തുപ്പി. വാക്കുകൾ കൊണ്ടായിരുന്നെങ്കിൽ പോലും ആ നിമിഷം ഏൽക്കേണ്ടി വന്ന അപമാനത്തിൽ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ നേരമൊക്കെയും തിളച്ചുമറിയുന്ന അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് കൂസലേതുമില്ലാതെ നിന്ന് അനുരാധയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രമായിരുന്നു. അവളെ കെട്ടാൻ പോയിട്ട് അവസാനം അവളെ ഏതോ വരത്തിന് ദാനം ചെയ്തിട്ട് അവൻ്റെ ചവിട്ടും കൊണ്ട് വെറും വിഴുപ്പുഭാണ്ഡം പോലെ വന്നേക്കുന്നു നായ. നിന്നെ ഞാൻ തന്നെയാണോടാ ഉണ്ടാക്കിയത്? ഛേ! അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക തന്നെയായിരുന്നു ആ നിമിഷമൊക്കെയും. അച്ഛാ, ഞാൻ നായെ വിളിക്കരുതങ്ങനെ. എൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ നശിപ്പിച്ചിട്ട് ചിലയ്ക്കാൻ വന്നാലുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് പിഴച്ചുപോയ കണക്കുകളൊക്കെ ഞാൻ വീണ്ടും ഇഴകീറി കൂട്ടിയെടുത്തതാ. അറിയോ നിനക്കത്? അന്ന് എനിക്ക് നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈശ്വരൻ കാണിച്ചു തന്ന കച്ചിത്തുരുമ്പായിരുന്നു അവൾ, അനുരാധ. പക്ഷേ നീ അതും കൊണ്ട് തൊലച്ചു. വീണ്ടും എൻ്റെ തോൽവിക്ക് കാരണമായിട്ട് പിന്നെ എന്തിനാടാ ആണും പെണ്ണും കെട്ടവനെ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ നിമിഷം തന്നെ നിനക്ക് സ്വയം ഒടുങ്ങിക്കൂടായിരുന്നു? എങ്കിൽ പോലും എനിക്കിത്ര ദണ്ണം വരത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഏതോ ഒരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി അവളെയും കൊണ്ട് പോയി പോലും. ആ അനുരാധ, അവളുടെ വില എന്താണെന്ന് നിനക്ക് അറിയോടാ, കഴിവ് കെട്ടവനെ? സ്വന്തം അച്ഛൻ്റെ നാവിൽ നിന്നും വരുന്ന വാക്കുകളിലൊക്കെ ഉരുകി ഒലിച്ചിരിക്കുമ്പോഴും അവൻ്റെ നെഞ്ചിൽ അനുരാധയോടും അവളുടെ കഴുത്തിൽ മിന്നു ചാർത്തിയവനോടുമുള്ള പകയാളുകയായിരുന്നു. വിടില്ലടി നിന്നെ ഞാൻ. നീ ഒരുത്തി കാരണമായി ഇപ്പോൾ ഞാനിങ്ങനെ വെറും ഒരു പുഴുത്ത പട്ടിയെ പോലെ. വിടില്ല നിന്നെ ഞാൻ. നീ ഇന്ന് എന്നെ ഇത്രയും ആട്ടിത്തുപ്പിയ എൻ്റെ അച്ഛൻ്റെ കാൽച്ചുവട്ടിൽ തന്നെ നിന്നെ ഞാൻ കൊണ്ടുവന്നിടും. പിന്നീടുള്ള നിൻ്റെ ജീവിതം എൻ്റെ വെറും വിഴുപ്പായിട്ടായിരിക്കുമടി. അതിന് തടസ്സം നിൽക്കുന്നത് ഏതവനായാലും കൊന്നു തള്ളുപടി ഞാൻ. ഇനി ഈ അനിരുദ്ധന് പിഴയ്ക്കില്ലടി. കാത്തിരുന്നോടി അനുരാധേ എൻ്റെ വരവിനായി. അവൻ്റെ ഉള്ളമലറി വിളിച്ചു. പക്ഷേ അപ്പോഴും പുറമെ അവനൊരു ചലനം പോലുമില്ലാതെ ഇരുന്നതേയുള്ളൂ. ഇരുളിനെ കീറി മുറിച്ചു കുതിച്ചു പായുന്ന വണ്ടിയിൽ നിന്നും ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കാമായിരുന്നു. സിരകളിൽ പടർന്ന മദ്യത്തിൻ്റെ ലഹരിയും ഉടൽ തുളയ്ക്കുന്ന തണുപ്പും കൂടിയായപ്പോൾ ഡേവി ഒരു ഉന്മാദത്തിലെന്ന പോലെ ഉച്ചത്തിൽ പാടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആരുടെയോ ഹൃദയഭേദകമായ നിലവിളി ഉയർന്നതും കുടിച്ചുകൊണ്ടിരുന്ന കുപ്പി എങ്ങോട്ടോ വലിച്ചെറിഞ്ഞിട്ട് ഡേവി റോഡിലേക്ക് നോക്കി. അപ്പോഴേക്കും വണ്ടി തട്ടി ആരോ ഒരാൾ
റോഡിൻ്റെ സൈഡിലേക്ക് തെറിച്ചു വീണിരുന്നു. എൻ്റെ കർത്താവേ! ഭയം കൊണ്ട് നട്ടെല്ലിലൂടെ ഒരു പെരുപ്പ് പാഞ്ഞതും ഡേവി അറിയാതെ വിളിച്ചുപോയി. അടുത്ത നിമിഷം സഡൻ ബ്രേക്ക് ഇട്ട വണ്ടി റോഡിലൊന്നുരഞ്ഞ് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അതിന് പിറകെ ഡേവി ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടി പിന്നിലേക്ക് ഓടിച്ചെന്നു. ആ അമ്മേ! റോഡരികിൽ വീണ് കിടന്ന് മുരളുന്നതൊരു പെൺകുട്ടിയാണെന്ന് കണ്ടതും അവൻ വേഗം അവിടേക്ക് ചെന്നു. കൊച്ചേ, സോറി, അബദ്ധം പറ്റിപ്പോയതാ, വല്ലതും പറ്റിയോ? വേഗം അവൾക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ട് ഡേവി ചോദിച്ചെങ്കിലും അപ്പോഴേക്കും ആ പെണ്ണിൻ്റെ ബോധം പോയിരുന്നു. മൊബൈൽ ടോർച്ചിൻ്റെയും വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെയും വെളിച്ചത്തിൽ അവൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ലെന്ന് മനസ്സിലായതും അവന് ചെറിയൊരാശ്വാസം പോലെ തോന്നി. പിന്നെ വേഗം ഓടിച്ചെന്ന് വണ്ടിയിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു. എന്നെ ഒന്നും ചെയ്യരുതേ കൊച്ചേ, കൊച്ചേ! അവ്യക്തമായി എന്തോ പിറുപിറുക്കുന്നവളുടെ കവിളിൽ തട്ടി അവൻ വിളിച്ചു. വെള്ളം. ചുണ്ടിൽ വീണ വെള്ളം നുണഞ്ഞുകൊണ്ട് നാവ് നീട്ടി അവൾ പറയുന്നത് കേട്ടതും ദേവി അവളുടെ തല അല്പം ഉയർത്തി കുപ്പി ആ ചുണ്ടോട് ചേർത്ത് കൊടുത്തു. എന്നതേലും പറ്റിയോ? ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ സ്വബോധത്തിലേക്ക് വന്ന് എണീറ്റിരിക്കുന്നവളെ നോക്കി ഡേവി ചോദിച്ചു. അവൾ നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചെങ്കിലും ആ മിഴികൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ഡേവി സംശയത്തോടെ അവളെ നോക്കി. എന്നതാ? എന്തിനാ കരയുന്നേ? കൊച്ചെങ്ങനെ ഈ നേരത്തെ ഈ പെരുവഴിയിൽ വന്നത്? എവിടെ പോകുക? ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാനുള്ളതെല്ലാം അവൻ ചോദിച്ചു. അവൾ പറയാൻ വന്നത് പൂർത്തിയാക്കും മുൻപേ അവിടേക്ക് ഒരു വണ്ടി പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്നും അടിച്ച വെട്ടത്തിൻ്റെ തീവ്രത താങ്ങാനാകാതെ അവൾ കണ്ണുകൾ ചിമ്മിയടച്ചു. തുടരും.